ഹായ് ഫ്രണ്ട്സ്, പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കൊച്ചിയിൽ സ്റ്റേ ചെയ്തിരുന്നത് ഈ കാണുന്ന ഹോട്ടലിലായിരുന്നു. സൗത്ത് സ്റ്റേഷൻ അടുത്തുള്ള ഹോട്ടൽ. കൊച്ചിയിൽ നിന്നും രാവിലെ തന്നെ യാത്ര തുടങ്ങി. നല്ല മഴയുണ്ട്. ഈ കാണുന്നതെല്ലാം കൊച്ചി മെട്രോയുടെ പില്ലറുകളാണ് കേട്ടോ, തൂണുകളാണ്. ഇന്ത്യയിൽ മെട്രോ ട്രെയിനും വാട്ടർ മെട്രോയും ഉള്ള ഏക സിറ്റി എന്ന് പറയുന്നത് കൊച്ചിയാണ്. കൊച്ചിയിലും കേരളത്തിലും മറ്റുള്ള സ്ഥലങ്ങൾ പോലെ തന്നെ നല്ല ട്രാഫിക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ പാലാരിവട്ടം ക്രോസ് ചെയ്തിട്ട് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് എടപ്പള്ളിയിലാണ്. ഈ കാണുന്നതാണ് എടപ്പള്ളിക്ക് ആ പേര് വരാൻ കാരണമായിട്ടുള്ള പള്ളി, എടപ്പള്ളി പള്ളി. സീറോ മലബാർ കാത്തലിക് പള്ളിയാണ്. സെൻറ്റ് ജോർജ് ഫൊറാൻസ് എന്നാണ് പള്ളിയുടെ പേര്. ഏകദേശം 1430 വർഷത്തോളം പഴക്കമുണ്ട്. AD 593 കേട്ടോ ഈ പള്ളി പണിയുന്നത്. ഏകദേശം 50 ലക്ഷത്തോളം ആൾക്കാർ ഒരു വർഷം ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്കുള്ളത്. എടപ്പള്ളി ലുലു മാളെല്ലാം ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. 74 വാർഡുകളാണ് കൊച്ചി കോർപ്പറേഷനുള്ളത്. 100 വാർഡുകളുള്ള തിരുവനന്തപുരമാണ് ഏറ്റവും വലിയ കോർപ്പറേഷനായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. എടപ്പള്ളി എല്ലാം ക്രോസ് ചെയ്തിട്ട് അടുത്ത് വരാൻ പോകുന്നത് ആലുവ ഏരിയയാണ്. ഈ കാണുന്നത് ആലുവ പാലം, ആലുവ പുഴ. ആലുവ പുഴ എന്ന് പറയുന്നത് ആക്ച്വലി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. ഏകദേശം 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം വരുന്നത്. നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്നെല്ലാം വരുന്ന വെള്ളം പോകുന്നത് ഇതുവഴിയാണ് അറബിക്കടലിലേക്ക് ചെന്ന് ചേരുന്നത്. ഇത് വഴിയായി കണ്ടൊരു കടയാണ്. ഇവിടുന്ന് കുറച്ച് സ്നാക്സും കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. അങ്ങനെ ചെറിയൊരു റിഫ്രഷ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ അതേ റോഡാണ്. NH66 കന്യാകുമാരി, മുംബൈ, കൊച്ചി വഴി ഗോവ വഴി പോകുന്ന റോഡാണ് ഈ കാണുന്ന NH66. ഇവിടെയൊക്കെ റോഡ് ഏകദേശം 4 വരി പാത ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആലുവ ടൗണാണ്. ആലുവ ടൗണിൻ്റെ ഏകദേശം ഏരിയയൊക്കെ ക്രോസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുന്നു. ആലുവ കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അങ്കമാലിയാണ്. അങ്കമാലി വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് അപ്പോളോ അഡിലക്സ് ഹോസ്പിറ്റൽ. അപ്പോളോ ഹോസ്പിറ്റൽസ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ശൃംഖലയാണ്. അതിൻ്റെ കൊച്ചി ബ്രാഞ്ചാണ് ഈ കാണുന്ന അങ്കമാലിയിലെ ഹോസ്പിറ്റൽ. അങ്കമാലി കഴിഞ്ഞിട്ട് അടുത്ത തൃശ്ശൂർ ജില്ലയിലേക്ക് കയറിയിരിക്കുന്നു ഞങ്ങൾ. കൊച്ചിയിൽ നിന്നും തൃശ്ശൂരേക്കുള്ള NH66 ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല വീതിയുണ്ട് കേട്ടോ. ഈ കൊച്ചി ടു തൃശ്ശൂർ റോഡ് നല്ല റോഡാണ്. 4 വരി പാതയാണ്. അതിനിപ്പോൾ 6 വേ ആക്കുന്നുണ്ട്, 6 വരി പാത ആക്കുന്നുണ്ട്. എന്നാലും ട്രിവാൻഡ്രം ടു കൊച്ചിയിലേക്ക് വന്ന റോഡ് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല വ്യത്യാസമുണ്ട്, നല്ല റോഡുകളാണ്. ട്രിവാൻഡ്രം ടു കൊച്ചിയുള്ള റോഡ് ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. സോ അതുകൊണ്ട് യാത്ര ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 200-220 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് ഏകദേശം 7 മണിക്കൂറോളം 2 വീലറിൽ എടുക്കേണ്ടി വന്നു. ഹൈവേയിൽ നിന്നിപ്പോൾ തൃശ്ശൂർ ടൗൺ എത്തി. ഇത് ഈ കാണുന്നത് നമ്മുടെ വടക്കുംനാഥൻ ക്ഷേത്രമാണ്. തൃശ്ശൂർ ടൗണിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ അമ്പലമാണ് വടക്കുംനാഥൻ. ഏകദേശം 20 ഏക്കറിൽ പടർന്നു കിടക്കുന്നൊരു സ്പോട്ടാണ് അമ്പലം. ഇതിന് ഏകദേശം 1300ഓളം വർഷം പഴക്കമുണ്ട്. 1797 ശക്തൻ തമ്പുരാനാണ് ഇവിടുത്തെ തൃശ്ശൂർ പൂരം തുടങ്ങി വെച്ചത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് യാത്ര തുടങ്ങി. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ഉത്രാളിക്കാവാണ്. ഉത്രാളിക്കാവ് മിക്കവരുടെയും ഫേവററ്റ് ലിസ്റ്റുള്ളൊരു അമ്പലമാണ്. ഉത്രാളിക്കാവ് വിശേഷവും ബാക്കിയെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.